യൂണിറ്റ് 2 നമ്പർ വേൾഡ് ആണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് അല്ലെ. അതിലെ ബാക്കി നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഗ്രോയിങ് നമ്പേഴ്സ്. ദർ ആർ ഓൺലി 9 1 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലെ. ആകെ 9 1 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ ഉള്ളത്. 1 2 3 4 5 6 7 8 9 അല്ലെ. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ? എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട് എന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 2 ഡിജിറ്റ് നമ്പേഴ്സ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? 10 തൊട്ടിട്ടാണ്. എവിടെ വരെ ഉണ്ട്? 99 വരെ ഉണ്ട്. ദാറ്റ് ഈസ് നമ്പേഴ്സ് ഫ്രം 10 to 99. അപ്പൊ 10 to 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 99ൽ നിന്ന് 10 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 89 കിട്ടും അല്ലെ. 89 ആണോ ആൻസർ വരിക? ഈസ് ഇറ്റ് 99 minus 10 is equal to 89? അങ്ങനെയാണോ കാണുക? അല്ല. ബിക്കോസ് എന്താണ്? നമ്മൾ 10 എന്ന് പറയുന്നത് 2 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ 99ൽ നിന്ന് നമ്മൾ 10ഉം കുറച്ചു അല്ലെ. പക്ഷെ 10 കുറയ്ക്കാൻ പാടുവരുന്നോ? ഇല്ല. ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? 89ന്റെ കൂടെ ഒരു 1 ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് 90 കിട്ടും. നമ്മള് 4th സ്റ്റാൻഡേർഡിൽ പഠിച്ചിരുന്നു അല്ലെ. ഒരു നമ്പറിൽ നിന്ന് തുടങ്ങി വേറൊരു നമ്പർ വരെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ലാർജസ്റ്റ് നമ്പർ മൈനസ് സ്മോളസ്റ്റ് നമ്പർ ചെയ്യുക, പ്ലസ് 1 ചെയ്യണം. ഇവിടെ പ്ലസ് 1 ചെയ്യാനുള്ള കാരണം മനസ്സിലായല്ലോ. 99 മൈനസ് 10 കുറച്ചു അല്ലെ. അതായത് നമ്മൾ 99ൽ നിന്ന് 10 നമ്പേഴ്സ് കുറച്ചു. 10 നമ്പേഴ്സ് കുറയ്ക്കാൻ പാടില്ലായിരുന്നു. ആകെ 9 നമ്പേഴ്സ് ആണ് അല്ലെ 1 ഡിജിറ്റ് നമ്പർ ആയിട്ടുള്ളൂ. 10 ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ്. അതുകൊണ്ട് നമ്മൾ 10നെ നമ്മൾ ഉൾപ്പെടുത്തണം. അതിനാണ് 1 ആഡ് ചെയ്യുന്നത് കേട്ടോ. ലെറ്റ്സ് തിങ്ക്. ദർ ആർ 99 നമ്പേഴ്സ് ഫ്രം 1 to 99. മൊത്തം 1 മുതൽ 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 99 നമ്പേഴ്സ് ഉണ്ട് അല്ലെ. വി ഹാവ് ടു റിമൂവ് ദ 1 ഡിജിറ്റ് നമ്പേഴ്സ് 1 to 9 ഫ്രം ദീസ്. 1 ഡിജിറ്റ് നമ്പേഴ്സിനെ റിമൂവ് ചെയ്യണം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര ഉണ്ട് എന്നാണ് അല്ലെ. അപ്പൊ 10 തൊട്ടിട്ടാണല്ലോ 2 ഡിജിറ്റ് നമ്പേഴ്സ് തുടങ്ങുന്നത് 99 വരെ. 1 to 99 വരെ മൊത്തം 99 നമ്പേഴ്സ് ഉണ്ട്. ഈ 99 നമ്പേഴ്സിൽ നിന്ന് എന്ത് നമുക്ക് എടുത്തു മാറ്റണം? 1 to 9 വരെയുള്ള നമ്പേഴ്സ് എടുത്തു മാറ്റണം. അപ്പൊ ടോട്ടൽ 9 നമ്പേഴ്സ് കുറയ്ക്കണ്ടേ? അതാണ് നെക്സ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ 99 minus 9 is equal to 90 നമ്പേഴ്സ്. അപ്പൊ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ലൈക്ക് ദിസ്. കാൻ വി കാൽക്കുലേറ്റ് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ? ഇതുപോലെ നമുക്ക് എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് അല്ലെ. പറ്റൂലോ. എന്ത് ചെയ്താൽ മതി? ഫ്രം ദി നമ്പേഴ്സ് 1 to 999 എന്ത് ചെയ്യാം നമുക്ക്? വി ഹാവ് ടു റിമൂവ് ദോസ് ഫ്രം 1 to 99. അതായത് 1 തൊട്ടിട്ട് 999 വരെ ടോട്ടൽ നമ്പേഴ്സ് എത്ര ഉണ്ട്? 999 ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എത്ര നമ്പേഴ്സ് കുറയ്ക്കണം? 99 നമ്പേഴ്സ് കുറയ്ക്കണം അല്ലെ. ബിക്കോസ് എന്താണ്? 100ൽ നിന്നാണ് 3 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. 100ന്റെ തൊട്ട് മുന്നത്തെ നമ്പർ എത്രയാണ്? 99. ആ 99 നമ്പേഴ്സും നമ്മൾ എന്തിൽ നിന്ന് കുറയ്ക്കണം? 999 നിന്ന് കുറയ്ക്കണം. 999 minus 99 is equal to 900. അല്ലെങ്കിൽ നേരത്തെ ചെയ്ത മെത്തേഡും ചെയ്യാം. എന്ത് ചെയ്താൽ മതി? അപ്പൊ ഫ്രം 100 to 999 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാ കാണേണ്ടത്. അപ്പൊ ഇതിലെ ലാർജസ്റ്റ് നമ്പർ എത്രയാണ്? 999 ആണ്. സ്മോളസ്റ്റ് നമ്പർ എത്രയാണ്? 100 ആണ്. എന്ത് ചെയ്യുക? 999 മൈനസ് 100 ചെയ്യുക. കിട്ടുന്ന ഉത്തരം എത്രയാ? 899 എന്ന് കിട്ടും. അതിന്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യണം. is equal to 900. എന്താ കാര്യം? 100നെ നമ്മൾ കുറച്ചു. 100 എന്ന് പറയുന്നത് ഒരു 3 ഡിജിറ്റ് നമ്പർ ആണ്. അങ്ങനെയും ചെയ്യാം കേട്ടോ. ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ പ്രോബ്ലം. ഇനി വേറൊരു പ്രോബ്ലം നോക്കാനാണ് കേട്ടോ. ഫസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ഹാവിംഗ് ബോത്ത് ദ ഡിജിറ്റ്സ് 1 and 3? 1ഉം 3ഉം വെച്ചിട്ട് എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട് എന്നുള്ളതാണ്. 1 3 13ഉം പിന്നെ 3 1 31 അല്ലെ. ജസ്റ്റ് 13 and 31 റൈറ്റ്. ഓക്കെ. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ഹാവ് ദ 3 ഡിജിറ്റ്സ് 1 3 5? അങ്ങനെയെങ്കിൽ 1ഉം 3ഉം 5ഉം വെച്ചിട്ട് എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്നാണ് കേട്ടോ. എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാം? അതാണ് ഇനി പറയാൻ പോകുന്നത്. ചൂടെ നോക്കുക കേട്ടോ. ഡോണ്ട് സ്റ്റാർട്ട് കൗണ്ടിങ് ഇറ്റ്. ഇപ്പൊ തന്നെ എന്നെ തുടങ്ങണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. ലെറ്റ്സ് തിങ്ക് ബിഗ്. നമുക്ക് ഒന്ന് കുറച്ച് ചിന്തിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. തിങ്കിങ് ബിഫോർ ഡൂയിങ് ഇസ് ദ മാത്ത് മോട്ടോ. പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ചെയ്യേണ്ടതല്ല. ഒന്ന് ചിന്തിച്ചിട്ട് വേണം ചെയ്യാനാണ് കേട്ടോ. വി ഹാവ് സീൻ ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് കമ്പൈനിങ് 1 and 3. നമ്മൾ കണ്ടിരുന്നു എന്ത് 1ഉം 3ഉം ചേർന്ന് എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാന്ന് അല്ലെ. ഹൗ ക്യാൻ വി അറ്റാച്ച് 5 to 1 and 3 ടു മേക്ക് മാക്സിമം 3 ഡിജിറ്റ് നമ്പേഴ്സ്? നമുക്ക് പരമാവധി 1ഉം 3 നമ്പേഴ്സിലേക്ക് നമുക്ക് എങ്ങനെയൊക്കെ 5നെ ചേർക്കാൻ കഴിയും എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് കൺസിഡർ 13. നമ്മൾ പറഞ്ഞല്ലോ 1ഉം 3ഉം വെച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന നമ്പർ 13 എന്ന് പറഞ്ഞല്ലോ. പിന്നെ 31.
13ലേക്ക് നമുക്ക് 5നെ എങ്ങനെയൊക്കെ ചേർത്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ നോക്കുക കേട്ടോ. When 5 is placed in front of 1 and 3, we get 1 ഉം 3ന്റെ മുമ്പിൽ 5 ചേർക്കുകയാണെങ്കിൽ 5 1 3. പിന്നെ when 5 is placed between 1 and 3, we get 1 ന്റെയും 3ന്റെ ഇടയിൽ 5 വെക്കുകയാണെങ്കിൽ 1 5 3. When 5 is placed after 1 and 3, we get 1 3 5. 1ന്റെയും 3ന്റെയും ശേഷം 5 വെക്കുകയാണെങ്കിൽ 1 3 5 എന്നുള്ള നമ്പറാണ് കിട്ടുക അല്ലെ. അപ്പൊ 13ലേക്ക് നമുക്ക് 5നെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻസ് എന്ന് പറയുന്നത് 100s പൊസിഷനിൽ 5 വെക്കാം, 10s പ്ലേസിൽ 5 വെക്കാം, 1s പ്ലേസിൽ 5 വെക്കാം. അങ്ങനെ 3 രീതിയിൽ നമുക്ക് 5നെ ചേർത്താൻ പറ്റും അല്ലെ, അറ്റാച്ച് ചെയ്യാൻ പറ്റും 13ലേക്ക്. ലൈക്ക് ദിസ് വി ക്യാൻ അറ്റാച്ച് 5 into 31 ആൾസോ ഇൻ 3 ഡിഫറെന്റ് വേസ്. ഇതുപോലെ തന്നെ നമുക്ക് 31ലേക്കും നമുക്ക് 5നെ അറ്റാച്ച് ചെയ്യാലോ, ചേർത്ത് വെക്കാലോ. അപ്പൊ എങ്ങനെയൊക്കെയാ? 31ന്റെ മുന്നേ 5, അപ്പൊ 5 3 1 അതാണ് ഫസ്റ്റ് കേട്ടോ. When 5 is placed before 3 and 1, we get 5 3 1. When 5 is placed between 3 and 1, we get 3 5 1. When 5 is placed after 3 and 1, we get 3 1 5. 3 digit number ആയതുകൊണ്ട് 5നെ 100s പ്ലേസിൽ വെക്കാം, 5നെ 10s പ്ലേസിൽ വെക്കാം, പിന്നെ 1s പ്ലേസിലും വെക്കാം അല്ലെ. Altogether, we can make 6 3-digit numbers using 1 3 5. ആകെ മൊത്തം 1 ഉം 3 ഉം 5 ഉം വെച്ചിട്ട് നമുക്ക് എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാം? 6 മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാം അല്ലെ. 6 3-digit numbers ഉണ്ടാക്കാം. അതാണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? സോ ഹൗ മെനി 4-digit numbers are possible with 1 3 5 7 as the digits? How do we think about this? അങ്ങനെയെങ്കിൽ 1 3 5 7 എന്നീ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുക എന്നും ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്കറിയാം, നേരത്തെ നമ്മൾ കണ്ടു ഓൺലി 2 digits ഉപയോഗിച്ചിട്ട് 1 ഉം 3 ഉം മാത്രം ഉപയോഗിച്ചിട്ട് 2 നമ്പേഴ്സ് ഉണ്ടാക്കാം എന്ന് കണ്ടു. പിന്നെ നമ്മൾ ആ 1 ഉം 3ലേക്ക് ഒരു 5 ഉം കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 നമ്പേഴ്സ് ഉണ്ടാക്കാന്ന് കണ്ടു. ഇവിടെ 1 ഉം 3 ഉം 5 ഉം 7 ഉം, അപ്പൊ 1 ഉം 3 ഉം 5ലേക്ക് ഒരു 7 ഉം കൂടി വരികയാണ് അല്ലെ. അപ്പൊ എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാം എന്നെങ്ങനെയാ കാണുക? നമുക്കറിയാം 1 ഉം 3 ഉം 5 ഉം വെച്ചിട്ട് എത്ര 3-digit നമ്പേഴ്സ് ഉണ്ടാക്കാം? 6 3-digit നമ്പേഴ്സ് ഉണ്ടാക്കാം. ഈ 6 നമ്പേഴ്സിലും നമുക്ക് 7നെ എത്ര ഡിഫറെന്റ് വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? 4 ഡിഫറെന്റ് വേസിൽ അറേഞ്ച് ചെയ്യാം. 1000s പ്ലേസിൽ വെക്കാം, 100s പ്ലേസിൽ വെക്കാം, 10s പ്ലേസിൽ വെക്കാം, 1s പ്ലേസിൽ വെക്കാം. ഈ 6 നമ്പേഴ്സിലും 4 വേസിൽ നമുക്ക് 7നെ അറ്റാച്ച് ചെയ്യാം അല്ലേ. അപ്പൊ മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ടായിരിക്കും? 1 3 5 7 വെച്ചിട്ട് നമുക്ക് എത്ര 4-digit നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? 4 ഡിഫറെന്റ് വേസിൽ നമുക്ക് 7നെ അറേഞ്ച് ചെയ്യാം. ടോട്ടൽ 6 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പൊ 4 into 6 എത്രയാ വരിക? 24. How many 3-digit numbers with digits 1 3 5? 1 ഉം 3 ഉം 5 ഉം വെച്ചിട്ട് എത്ര 3-digit numbers ഉണ്ടാക്കാം? അറിയാലോ. എത്രയാ? 6 numbers. In each, what are the different positions where we can attach 7? അതായത് ഇവയിലെ ഓരോന്നിലും 7 ചേർക്കാൻ കഴിയുന്ന വ്യത്യസ്ത സ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ? 1000s, 100s, 10s, 1s അല്ലെ. 4 പൊസിഷൻസ് ഉണ്ട് അല്ലെ. ഹൗ മെനി നമ്പേഴ്സ് ഡു യു ഗെറ്റ്? എത്ര നമ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കേട്ടോ. എങ്ങനെ കിട്ടുക? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ ചെയ്യേണ്ടത്? 4 into 6, 4 6കൾ അല്ലെ. 4 into 6 അല്ലെ. ഇഫ് യു ഗോട്ട് ദ ആൻസർ ആസ് 4 into 6 is equal to 24, your reasoning is correct. If you have got a different answer, you have to rethink the method you have used to find the 3 digits and reread the questions. നിങ്ങൾക്ക് മറ്റൊരു ഉത്തരമാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ മൂന്നക്ക സംഖ്യകൾ കണ്ടെത്താനായിട്ട് നിങ്ങൾ ഉപയോഗിച്ച രീതിയെക്കുറിച്ച് വീണ്ടും ചിന്തിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി വായിച്ചു നോക്കുകയും വേണം കേട്ടോ ചോദ്യങ്ങള്. Now, can't you find how many 4-digit numbers are there with digits 1 3 4 5? 1 ഉം 3 ഉം 4 ഉം 5 ഉം ഉപയോഗിച്ചിട്ട് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ കഴിയും? 1 ഉം 3 ഉം 4 ഉം 5 ഉം വെച്ചിട്ട് 24 നമ്പേഴ്സ് ഉണ്ടാക്കാൻ കഴിയും അല്ലേ. ഹൗ മെനി 9-digit numbers are possible using digits 1 to 9? 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് എത്ര 9 digits നമ്പേഴ്സ് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോ ഇതെങ്ങനെയാ കണ്ടെത്തുക? നമ്മള് ഇതേപോലത്തെ രീതിയിൽ നമുക്ക് കണ്ടെത്താം. ഇതിനൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് നോക്കി നോക്കൂ നിങ്ങള്. 1 ഉം 3 ഉം വെച്ചിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാം എന്ന് നമ്മൾ കണ്ടു. എത്ര നമ്പേഴ്സ് ആയിരുന്നു? 1 3, അത് 13 ഉം 31 ഉം. പിന്നെ നമ്മൾ അതിലോട്ട് 5 ഉം കൂടി വന്നപ്പോൾ
എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ നോക്കിയിരുന്നു. അതായത് 13 നമ്പറിൽ 5നെ 3 ഡിഫറെന്റ് വേസിൽ അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ 31 എന്നുള്ള നമ്പറിലും 3 ഡിഫറെന്റ് വേസിൽ അറേഞ്ച് ചെയ്യാം. അപ്പൊ 2 നമ്പേഴ്സിൽ നമുക്ക് 5നെ 3 ഡിഫറെന്റ് വേസിൽ അറേഞ്ച് ചെയ്യാം. അപ്പൊ ടോട്ടൽ നമ്പേഴ്സ് എങ്ങനെയാ കണ്ടത്? 2 into 3 ചെയ്താൽ പോരെ? 2 into 3 is equal to 6. ആ മെത്തേഡ് ആയിരുന്നു നമ്മൾ അവിടെ യൂസ് ചെയ്തത്. അടുത്തതില് 4 ഡിജിറ്റ് നമ്പേഴ്സ് വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? 1 3 5 7 എന്ന് വന്നപ്പോൾ 1ഉം 3ഉം 5ഉം ഉപയോഗിച്ചിട്ട് 6 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം എന്ന് നമ്മൾ കണ്ടിരുന്നു. ഇനി 7ഉം കൂടി വരികയാണെങ്കിൽ, അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ 6 നമ്പേഴ്സിലേക്ക് 7നെ നമുക്ക് എത്ര വേസിൽ അറ്റാച്ച് ചെയ്യാം? 4 ഡിഫറെന്റ് വേസിൽ അറ്റാച്ച് ചെയ്യാം അല്ലേ? 1000 പ്ലേസിൽ വെക്കാം, 100 പ്ലേസിൽ വെക്കാം, 10s വെക്കാം, 1s വെക്കാം. അപ്പൊ എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം എന്ന് ചോദിച്ചപ്പോ നമ്മൾ എന്ത് ചെയ്തു? 4 into 6 ചെയ്തു അല്ലേ? ഇവിടെയൊക്കെ എന്താ നമ്മൾ ചെയ്യുന്നത് നോക്കി നോക്കൂ. നമ്മൾ ആദ്യം 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 2 into 1 ചെയ്തു. അതായത് 2 നമ്പേഴ്സ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ? 3 into 2 ചെയ്തു എന്ന് പറഞ്ഞില്ലേ? 3 into 2 into 1 ആണ് ചെയ്യുന്നത്. അപ്പൊ എത്രയാ? 6 അല്ലേ? അതുപോലെ എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്തു? ഈ 6ന്റെ കൂടെ ഒരു 4 ഇൻറ്റു ചെയ്തു അല്ലെ? അതായത് 4 into 3 into 2 into 1. അതാണ് ട്രിക്ക് കേട്ടോ. അപ്പൊ എത്ര 5 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5 into 4 into 3 into 2 into 1. അപ്പൊ അതുപോലെയാണ് നമ്മൾ 9 ഡിജിറ്റ് നമ്പേഴ്സ് എത്രണ്ണം പോസിബിൾ ആണെന്ന് ചോദിക്കുമ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയാ? 9 into 8 into 7 into 6 into 5 into 4 into 3 into 2 into 1. അപ്പൊ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം അവിടെ ഫസ്റ്റിൽ നമ്മൾ കണ്ടിരുന്നു, ഓർമ്മ ഉണ്ടോ? ഫസ്റ്റ് പേജിലോട്ട് കാണിച്ചിരുന്നില്ലേ? 1 മുതൽ 9 വരെയുള്ള പ്രൊഡക്റ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയോ? പേഷ്യൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ഷമ ഉണ്ടെങ്കിൽ കണ്ടെത്തി നോക്കൂ എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? അപ്പൊ ഇൻഡു ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇൻഡു ചെയ്യാൻ എളുപ്പം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് അപ്പൊ നമുക്ക് കിട്ടുന്ന നമ്പർ 3,62,880 ആണ് കിട്ടുക കേട്ടോ. Once you have thought about the method, before starting to multiply to calculate the actual number, recall that this product is given somewhere in the first part of this lesson. നേരത്തെ കണ്ടിരുന്നല്ലോ 1 ഡിജിറ്റ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എത്രയാന്നുള്ളത് അത് തന്നിരുന്നു റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? വായിക്കാൻ പഠിക്കുന്ന സമയത്ത് എന്നിട്ട് നിങ്ങളോട് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോ ഈ യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്ന് പഠിച്ചു, എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്, എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ കൗണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളത് നമ്മൾ നോക്കി. 2 നമ്പർ തന്നിട്ട് എത്ര എണ്ണം ഉണ്ടാക്കാം നോക്കി, 3 ഡിജിറ്റ്സ് തന്നിട്ട് എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം എങ്ങനെയാ കണക്കാക്കേണ്ടത് നോക്കി, 4 ഡിജിറ്റ്സ് നോക്കി, അതുപോലെ തന്നെ 9 ഡിജിറ്റ്സ് വരെ നമുക്ക് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഏത് ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ? എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യുന്ന സമയത്ത് തന്നിരിക്കുന്ന ഡിജിറ്റ്സിലൊന്നും 0 വന്നിരുന്നില്ലല്ലോ. 2 ഡിജിറ്റ് നോക്കുന്ന സമയത്തും വന്നില്ല. 3 ഡിജിറ്റ് നമ്പറും 4 ഡിജിറ്റ് നമ്പറിലൊന്നും 0 ഒരു ഡിജിറ്റ് ആയിട്ട് വന്നിട്ടില്ല. ഈ 0 ഒരു ഡിജിറ്റ് ആയിട്ട് വരുമ്പോൾ എത്ര നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം, എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം, എത്ര 5 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.